പുതിയ ഫുട്ബോൾ സീസണിന് മുന്നോടിയായി സൂപ്പർ താരങ്ങൾക്കായി കോടികളാണ് ഇത്തവണയും ക്ലബ്ബുകൾ വാരിയെറിഞ്ഞത്. ലോകകപ്പിലെ പ്രകടനം ചിലർക്ക് തുണയായപ്പോൾ മുൻ സീസണിലെ പ്രകടനമാണ് താരക്കൈമാറ്റത്തിൽ ക്ലബ്ബുകൾ പരിഗണിച്ചത്. ഈ സീസണിലെ പ്രധാന താരക്കൈമാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുതിയ സീസണിൽ പുത്തൻ പ്രതീക്ഷകളുമായി ഇറങ്ങുന്ന ക്ലബ് ഫുട്ബോളിലെ വമ്പന്മാർക്ക് സീസണിന് മുന്നോടിയായുള്ള ട്രാൻസ്ഫർ വിൻഡോയാണ് ടീം കെട്ടിപ്പടുക്കാനുള്ള അവസാന അവസരം. കഴിഞ്ഞ സീസണിലെ തിരിച്ചടികൾ മറികടക്കാൻ പോരായ്മയുള്ള പൊസിഷനിൽ പുതിയ താരങ്ങളെ ടീമിലെത്തിക്കണം. മികച്ച ഫോമിലുള്ള താരങ്ങൾക്കായി വൻതുക ചെലവഴിക്കേണ്ടി വരുമ്പോൾ മറ്റ് ക്ലബ്ബുകൾ താരത്തെ റാഞ്ചാതിരിക്കാനും ശ്രദ്ധ വേണം. നോക്കാം ഇത്തവണത്തെ ടോപ്പ് ഫുട്ബോൾ ട്രാൻസ്ഫറുകൾ. മോർഗൻ റോജേഴ്സ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് നടത്തിയ തകർപ്പൻ പ്രകടനമാണ് കോടിക്കിരുപ്പത്തിലേക്ക് താരത്തെ എത്തിച്ചത്. 53 മത്സരങ്ങളിൽ നിന്നായി 13 ഗോളും 11 അസിസ്റ്റും ഉൾപ്പെടെ 24 ഗോൾ പങ്കാളിത്തം. ആകെ കളിച്ചത് 4398 മിനിറ്റുകൾ. 79% പാസ് കൃത്യമുള്ള താരത്തിനായി ചെൽസി മുടക്കിയത് 1500 കോടിക്ക് മുകളിൽ. സീസണിലെ ഭൂരിഭാഗം മത്സരങ്ങളിൽ കളിക്കാനായതും റോജേഴ്സിന്റെ പ്രത്യേകതയാണ്. പ്രീമിയർ ലീഗ് ക്ലബ്ബ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനായും ഇംഗ്ലണ്ട് ദേശീയ ടീമിനായി നടത്തിയ പ്രകടനമാണ് എലിയറ്റ് ആൻഡേഴ്സിന് തുണയായത്. ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളിലും ഇംഗ്ലണ്ട് ടീമിൽ സ്ഥിരസാന്നിധ്യമായിരുന്നു ആൻഡേഴ്സൺ. മധ്യനിര താരത്തിനായി സിറ്റി ചെലവിട്ടത് 1500 കോടിക്കടുത്ത്. പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ പണം വാരിയെറിഞ്ഞപ്പോൾ സ്പാനിഷ് വമ്പന്മാരായ റയലും പിന്നോക്കം പോയില്ല. കിരീടങ്ങളില്ലാത്ത സീസണുകൾക്ക് അറുതി വരുത്താൻ ജർമ്മൻ ലീഗിൽ നിന്ന് സൂപ്പർ താരത്തെ ടീമിലെത്തിച്ചു. ജർമ്മൻ ലീഗിലെ കഴിഞ്ഞ വർഷത്തെ മികച്ച യുവതാരവും ലോകകപ്പിൽ ഐവറി കോസ്റ്റിനായി മിന്നിത്തിളങ്ങുകയും ചെയ്ത യാൻ ഡേമണ്ടയെ സാന്റിയാഗോ ബെർണബ്യൂവിലെത്തിച്ചു. RB ലീപ്സിഗിനായി 33 മത്സരങ്ങളിൽ നിന്ന് 20 ഗോൾ പങ്കാളിത്തമുള്ള 19-കാരനായി റയൽ മുടക്കിയത് 1400 കോടിക്കടുത്ത്. തിരിച്ചടികളിൽ നിന്ന് തിരിച്ചടികളിലേക്ക് കൂപ്പുകുത്തുന്ന പ്രീമിയർ ലീഗ് ക്ലബ്ബ് ടോട്ടനവും ഇത്തവണ മോശമാക്കിയില്ല. ന്യൂകാസിൽ നിന്ന് 1200 കോടിക്ക് സാൻഡ്രോ ടൊണാലിയെയും 1100 കോടി രൂപയ്ക്ക് മത്യസ് ഫെർണാണ്ടസിനെയും കൂടാരത്തിലെത്തിച്ചു. ബാഴ്സലോണയ്ക്ക് ചേക്കേറിയ ആന്റണി ഗോർഡൻ, ആഴ്സണലിലെത്തിയ ബ്രൂണോ ഗിമറസ്, AC മിലാൻ സ്വന്തമാക്കിയ ഗോൺസാലോ റാമസ് എന്നിവരും ട്രാൻസ്ഫർ വിപണിയിലെ പൊന്നും താരങ്ങളായി. കൂടുതൽ പണം മുടക്കിയതിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ തന്നെയാണ് മുന്നിലുള്ളത്. 25,000 കോടിക്ക് മുകളിലാണ് താരങ്ങൾക്കായി ക്ലബ്ബുകൾ ചെലവിട്ടത്. 2ാം സ്ഥാനത്ത് ഇറ്റാലിയൻ ലീഗും 3ാം സ്ഥാനത്ത് ഫ്രഞ്ച് ലീഗുമാണ്. 2ാം സ്ഥാനത്തുള്ള ഇറ്റാലിയൻ ലീഗിനേക്കാൾ ഇരട്ടിയിലധികമാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ചെലവിട്ടത്. റയൽ മാഡ്രിഡും ബാഴ്സയും താരങ്ങളെ സ്വന്തമാക്കിയെങ്കിലും സ്പാനിഷ് ലീഗ് 5ാം സ്ഥാനത്താണ്. $4,000 കോടിക്ക് മുകളിൽ ചെലവഴിച്ച ചെൽസിയാണ് കൂടുതൽ പണം ചെലവഴിച്ച ക്ലബ്ബുകളിൽ ഒന്നാമത്. ടോട്ടനം 2ാമതും റയൽ മാഡ്രിഡ് 3ാമതും എത്തി. വലിയ പണം മുടക്കാതിരുന്നിട്ടും റയൽ മാഡ്രിഡാണ് ട്രാൻസ്ഫർ വിപണിയിൽ നേട്ടം കൊയ്തത്. ഡിയോമണ്ടയ്ക്ക് പുറമെ ബെർണാഡോ സിൽവ, ഡെൻസൽ ഡംഫ്രൈസ്, കൊനാറ്റെ, കുക്കുറയ്യ, കാർലോസ് എസ്പി തുടങ്ങി ഒരുപിടി മികച്ച താരങ്ങളെ ടീമിലെത്തിച്ചു. ഓഗസ്റ്റ് 15 തുടങ്ങുന്ന സ്പാനിഷ് ലീഗോടെയാണ് ക്ലബ് സീസൺ മത്സരങ്ങൾക്ക് തുടക്കമാവുക.